ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആണോ, ബിസിനസ്മാൻ ആണോ? ഇനി നിങ്ങൾക്ക് ലോൺസ് അതല്ലെങ്കിൽ മറ്റു ബാധ്യതകളൊക്കെ നിലവിലുണ്ടോ? നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ലോൺ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, പേഴ്സണൽ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ നിന്നാണ് കടം മേടിച്ചത്, അത് വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും ബാങ്കുകളായാലും അവരത് എല്ലാം എടുത്തുകൊണ്ട് പോകും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരുപാട് സമ്പാദ്യമുണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്താണ് EDO അല്ലെങ്കിൽ GST പോലെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങളുടെ സ്ഥാപനം അതിന് ഒരു അന്വേഷണം വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസും നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസയും എല്ലാം ഫ്രീസാവും. ഒരു രൂപ പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഡിയർ ഫ്രണ്ട്സ്, ഇതിനൊരു കൃത്യമായിട്ടുള്ള സൊല്യൂഷനുണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രത്യേക ആക്ട് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് ഇനി നിങ്ങളുടെ കടക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്ക് ആയിക്കോട്ടെ, നേരത്തെ സൂചിപ്പിച്ച EDO, ഇൻകം ടാക്സോ അല്ലെങ്കിൽ വേറെ ഏത് ഗവൺമെൻറ് ഏജൻസി ആയിക്കോട്ടെ, ഈവൻ സുപ്രീം കോർട്ടിന് പോലും നിങ്ങളുടെ ആ ഒരു ആക്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, ഇങ്ങനൊരു ആക്ട് ഇന്ത്യയിൽ നിലവിലുണ്ട്.